നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഡിസൈനിലേക്ക് വന്നപ്പോൾ നമുക്ക് ആക്ച്വലി ആർക്കിടെക്റ്റ് തന്നെ നമ്മുടെ ഡിസൈൻസ് എല്ലാം തന്നെ ഡ്രോ ചെയ്ത് തന്നേനെ. വി ഹാഡ് എ പിക്ചർ ഇൻ അവർ മൈൻഡ്. ഐ മീൻ എങ്ങനെ നമ്മുടെ ഇൻറ്റീരിയേഴ്സ് വേണം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് തിങ് നമ്മൾ എക്സിക്യൂഷൻ്റെ ഇതാണ്. അപ്പോൾ ആരെ എക്സിക്യൂഷന് വിളിക്കണം. അപ്പോൾ നമ്മൾ ഒരുപാട് പേർക്ക് ഈ ഡ്രോയിങ്സ് സബ്മിറ്റ് ചെയ്യുണ്ടായി. അപ്പോൾ ദേ വർ നോട്ട് റിയലി ഹെൽപ്ഫുൾ ഇൻ ഗെറ്റിംഗ് ദ ബെസ്റ്റ് റേറ്റ്സ് ഫോർ അസ് ആൻഡ് ഓൾസോ ദ ബെസ്റ്റ് എക്സ്പീരിയൻസ്. ആ മെറ്റീരിയൽസ് ഏത് ചൂസ് ചെയ്യണം, ഇതൊന്നും നമുക്കൊരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒബ്വിയസ്ലി ടീം അറ്റ്മോഫിക്ക അവരായിട്ടുള്ളൊരു കൊളാബ് വരുന്നത് ആക്ച്വലി അത് വളരെ റാൻഡമായി സംഭവിച്ചതാണ്. ഒബ്വിയസ്ലി ദേ വർ നോട്ട് അവർ ഫസ്റ്റ് ചോയ്സ് ടു ബി ഫ്രാങ്ക്, ബിക്കോസ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇൻറ്റീരിയറിൻ്റെ ഡ്രോയിങ്സ് ഉള്ളത് കാരണം അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ്. ഫ്രം ദ സ്ക്രാച്ച് ഏതൊരു ഇൻറ്റീരിയർ ഫോമിനും ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ഈസി ഫോർ ദം ടു ഡു ദ തിങ്സ് ഫ്രം ദ സ്ക്രാച്ച്. പക്ഷേ നമ്മളുടെ കേസിൽ എന്താ വെച്ചാൽ നമ്മുടെ ആർക്കിടെക്ട് ഫോം ആർക്കിടെക്ട്സ് കാലിക്കറ്റ് they have already done the interior drawing. So അത് വേറൊരാളുടെ ഡ്രോയിങ് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് വെരി ടഫ്, ബിക്കോസ് നമ്മൾ കുറേ ഇൻറ്റീരിയർ ഫേംസിനെ അപ്രോച്ച് ചെയ്തിരുന്നു. പക്ഷേ നോബഡി വാസ് ഏബിൾ ടു പുൾ ഇറ്റ് ഓഫ്. ഒരാൾക്കും ആ ഡ്രോയിങ് എക്സിക്യൂട്ട് ചെയ്യാനോ ആർക്കിടെക്റ്റിൻ്റെയും നമ്മുടെ മൈൻഡിലുള്ളത് എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും ഇറ്റ് വാസ് നോട്ട് ഈസി ഫോർ ദം. ഒരു വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ അറ്റ്മോഫിക്കിനെ കാണുന്നത്. സോ സിജു ആൻഡ് ടീം നമ്മൾ ഡ്രോയിങ് ആസ് യൂഷ്വൽ എല്ലാവർക്കും കൊടുക്കണ മാതിരി നമ്മൾ ഈ ടീമിനും നമ്മുടെ ഡ്രോയിങ്സ് കൊടുത്തിരുന്നു. അറ്റ്മോഫിക് ടീമിനെ മീറ്റ് ചെയ്യുന്ന ഒരു Jan 26 റിപ്പബ്ലിക് ഡേൻ്റെ എന്നാണ്. ഈവൻ ദേ വർക്കിംഗ് ഓൺ എ ഹോളിഡേ അല്ലേ. they were ready to work on a holiday actually, and they were like very quick to respond to our needs and inputs. പിന്നെ ഓരോ സജഷൻസ് തരാനും ഓരോ കളർ ചോയ്സസ് തരാനും ദേ വെരി പെർട്ടിക്കുലർ. ഐ മീൻ നമ്മുടെ കൂടെ ഇരുന്ന് ചില ടീംസ് നമ്മൾ മുമ്പ് കൊട്ടേഷൻ കൊടുത്ത ടീംസൊക്കെ എന്താ വെച്ചാൽ അവരിങ്ങനെ അവരുടെ ഒരു ചോയ്സ് നമ്മുടെ പറഞ്ഞ് ഏൽപ്പിക്കുക എന്നല്ലാണ്ട് അവർ ഒരു ഇൻപുട്സ് അവരുടെ അധികം വന്നില്ല. പക്ഷേ അറ്റ്മോഫിക് ടീം അങ്ങനെ ആയിരുന്നില്ല. എല്ലാ ഫേസസിലും അവർ അവരുടേതായ ഒരു ഇൻപുട്ട് നമുക്ക് തന്നു, ഇത് നല്ലതായിരിക്കും, അങ്ങനെ കുറേ ഫീഡ്ബാക്ക് തന്നു. അപ്പോൾ ബേസിക്കലി വൺസ് വി ആർ റെഡി ടു ഗോ വിത്ത് ദം, execution phase also was very good. I mean their team was very quick to do all the job. നമ്മളിപ്പോൾ ഒരു വീടിൻ്റെ സിവിൽ വർക്ക് കഴിഞ്ഞാൽ ബാക്കിയുള്ള വർക്കിലേക്ക് പോകാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഫേസിൽ ഇൻറ്റീരിയേഴ്സും കൂടെ ഒരേ സ്പീഡിൽ പോയില്ലെങ്കിൽ എന്തുകൊണ്ട് വെച്ചാൽ ലാസ്റ്റ് ഫേസിൽ ഇൻറ്റീരിയേഴ്സ് മാത്രമായിട്ട് പിന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ ടൈം കൺസ്യൂമിങ് ആണ്. അഗെയിൻ വി വർ ലൈക്ക് ടൈം കൺസ്ട്രെയിൻസും ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു മന്തിൽ തന്നെ ഹൗസ് വാമിങ് നടത്തണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കിയപ്പം ദേ വെരി മച്ച് they responded very quickly and executed very quickly as well. അപ്പോൾ അവിടെ ഒരു ലാഗോ ഡിലേയോ ഒന്നും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നില്ല. വീടിന്റെ പ്ലാനിങ് തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പല സ്ഥലത്തു നിന്നായിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ ഈവൻ ഇഫ് ഇറ്റ് ഡസന്റ് കം അണ്ടർ ദെയർ കാറ്റഗറി, they were ready to help